അങ്ങനെ ഗൈസ്, ഇന്ന് നമ്മളെ 3ാമത്തെ ദിവസമാണ് കേട്ടോ, ഡേ 3. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത്, നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ആ ഗ്രീന് മാറ്റ് കംപ്ലീറ്റ്, ആ ഷീറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഇടാന്നുള്ളതും, പിന്നെ നമ്മൾ കുറച്ച് ചെടികൾ കളക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളെ കസിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ്, ഉമ്മൻ്റെ റിലേറ്റീവിൻ്റെ വീട്ടിൽ നിന്ന്. കുറച്ച് നല്ല പൂവിടുന്ന ചെടികളാട്ടോ ഇതൊക്കെ. അപ്പോൾ അങ്ങനത്തെ ചെടികൾ നോക്കിയിട്ട് നമ്മൾ അവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊണ്ടുവന്നതാണ്. ഇതൊക്കെ നല്ല ഭംഗിയുള്ള ഒരു ബീട്രൂട്ടിന് ആ ഒരു ലാവൻഡർ കളറൊക്കെ വരുന്നതാണ്. അങ്ങനെ കുറച്ച് ചെടികൾ നമ്മളിവിടെ കളക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നമുക്ക് കുഴിച്ചിടണം. പിന്നെ ഇന്നലെ നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള കുരുമുളക്, പിന്നെ മുളകിൻ്റെ തൈ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതും നമുക്ക് എന്താക്കണം, ചെയ്യണം. അത്ര കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് പ്ലാനിലുള്ളത്. ഇനി നമുക്ക് എത്രത്തോളം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ക്ലൈമറ്റ് നമുക്ക് അനുകൂലമാണെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഇങ്ങനെ മഴ മൂടി നിൽക്കുകയാണ്, ചെറുങ്ങനെ ചാർന്നുണ്ട്. അപ്പോൾ മാക്സിമം ഫാസ്റ്റ് ആക്കിയിട്ട് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആദ്യം ഷീറ്റ് കെട്ടുന്ന പ്രോസസ്സ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് മഴ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെടി കുഴിച്ചില്ല. ചെടി ഇനിയിപ്പോൾ അഥവാ ഇൻ കേസ് മഴ പെയ്താലും നമുക്ക് താഴത്ത് കൊണ്ടുപോയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നിട്ട് നമുക്ക് അവിടെ വെച്ചിട്ട് ഷീറ്റൊക്കെ കെട്ടിയിട്ട് ഇങ്ങോട്ട് സെറ്റാക്കിയിട്ട് കൊണ്ടുവന്നാൽ മതി കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ പ്ലാനിലുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതിലേക്ക് പോവാം. ഇത് നമ്മൾ ഇന്നലെ കുഴിച്ചിട്ട കരിവേപ്പാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഇതിൽ നല്ലോണം വെള്ളമൊക്കെ വന്നിട്ട് ഭയങ്കര ഒരു അലിഞ്ഞ് പിഴിഞ്ഞ് അവസ്ഥയിൽ ഇനിയുള്ളത്. ഇന്നിപ്പോൾ നല്ല നീറ്റായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇന്നലെ വെച്ചിട്ടുള്ള മണ്ണ് അത് രണ്ടും സെറ്റായി. പിന്നെ ഈ കാണുന്നത് കംപ്ലീറ്റ് നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ കളക്ട് ചെയ്തിട്ടുള്ള മരത്തിൻ്റെയും പിന്നെ ഇരുമ്പിൻ്റെയും ഒക്കെ പീസുകളാട്ടോ. നമുക്കിങ്ങനെ കോലാക്കിയിട്ട് വെച്ചിട്ട് നമുക്ക് സ്റ്റാൻഡാക്കി വെച്ചിട്ട് എല്ലാ ഭാഗത്തു നിന്നും നമുക്കിങ്ങനെ ആ ഒരു ഷീറ്റ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റാക്കി കൊണ്ടുപോകുന്ന ഇത് വെച്ചിട്ടാണ് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് എത്രത്തോളം സെറ്റ് ആവുമെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് വർക്കിലേക്ക് പോകാം. ഇപ്പോൾ ഒരു കാലം ഏകദേശം ഇവിടെ സെറ്റായി. ഇത് രണ്ടാമത്താണ്. അപ്പോൾ ഗൈസ്, നമ്മളെ കാണാഞ്ഞിട്ട് അല്ലുക്കുട്ടനും ഇതാ കയറി വന്നിക്കണം കേട്ടോ. അപ്പം എന്നാൽ അല്ലുക്കുട്ടൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വിഷ് ചെയ്തോളി. അങ്ങനെ ഇതാ നമ്മൾ നല്ല രീതിയിൽ ലോക്ക് അയക്കണം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ മാത്രം ഞാൻ ചെയ്യുള്ളൂ എന്നുള്ളത്. അപ്പോൾ അതാ ഇവിടെ ഇപ്പോൾ ഒരു കോല് അവിടെ സെറ്റാക്കിക്കണേ, ഇപ്പുറത്താണെങ്കിൽ അടുത്ത സെറ്റാക്കിക്കണേ, ഇപ്പുറത്ത് അടുത്ത സെറ്റാക്കി. നമുക്ക് ഇനി ഒരു ഹോളിലും കൂടിയും അവിടെ വെച്ച് കഴിഞ്ഞാൽ 4 ഭാഗവും ക്ലിയർ ആവും. അതേപോലെ തന്നെ ആ പൈന് ഫോൺ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷെ മഴ നമ്മളെ സമ്മതിക്കുന്നില്ല കേട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെ ടാങ്കിൻ്റെ അടിയിൽ നിന്നിട്ട് അപ്പോൾ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കണം, മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഈ ഒരു പ്രോസസ്സ് നമുക്ക് നാളത്തേക്ക് നീട്ടി വെക്കേണ്ടി വരും. എന്തായാലും ഇങ്ങനെ മഴ പെയ്യുമ്പോൾ നമുക്ക് എന്തായാലും കയറാനും കെട്ടാനും ഒന്നും കയ്യിലുണ്ടാവില്ലല്ലോ, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമുക്ക് ചെടി കുഴിച്ചിടാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. താഴത്ത് പോയിട്ട് ഇവിടെ നിന്ന് എന്തായാലും പറ്റില്ല, ഓപ്പൺ ടെറസ് ആണല്ലോ, എന്തായാലും പറ്റുണ്ടാവില്ല. അല്ലുക്കുട്ടാ, എല്ലാവരോടും പറയുന്നുണ്ട് ഹാപ്പി ബർത്ത്ഡേ ആണ് പറയും. നേരെ നിൽക്ക്, എന്നിട്ട് പറയും, നേരെ നിന്ന് പറ. അല്ലേ, അങ്ങനെയൊന്നും കളിക്കരുത്, നേരെ എല്ലാരും വിഷ് ചെയ്യണം പറ. ഈ 4 കോലും കൂടെ സെറ്റാക്കിയാൽ നമുക്ക് ആ ഭാഗം ഒക്കെ ആയി. പിന്നെ നമുക്ക് ഈ സൈഡിലും ചെയ്യാനുണ്ട്. ഇവിടെ ഒക്കെ കാണുന്നില്ലേ ഇങ്ങനെ ഇതേപോലത്തെ ഹോൾസ്, അത് ചെയ്യാനുണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിലൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളേലാണെങ്കിൽ ഇനി ലിമിറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളുള്ളൂ, ബാക്കി നമുക്ക് ഒപ്പിക്കണം. അപ്പോൾ ഒക്കെ കളക്ട് ചെയ്യണം. നമുക്ക് മാക്സിമം കഴിയണത്ര നമ്മളിന്ന് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പം മഴ നമ്മൾ അനുവദിക്കുന്നില്ല കേട്ടോ ഗൈസ്, നല്ല മഴൻ്റെ ടൈമാണ്. ഇനിയിപ്പം നമുക്ക് ഈ കാലുകളൊക്കെ തന്നെയും നമുക്ക് അവിടെ ഒന്ന് ഉറപ്പാവാനുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു മരത്തിൻ്റെ പീസോ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുത്തിട്ട് നല്ല ഹൈറ്റിലൊക്കെ ആക്കിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പം ഇനി മരത്തിൻ്റെ പീസോ എന്തെങ്കിലും നമുക്ക് ഈ ഒരു ഷെയ്ക്ക് ആവുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു പീസസ് വെച്ചിട്ട് ഒന്നൊന്നിങ്ങനെ സ്റ്റാൻഡ് ചെയ്ത് കൊടുക്കാനുള്ള പണിയുണ്ട്. പിന്നെ ബാക്കിയുള്ള കോലുകളും അതേപോലെ ഒന്ന് സെറ്റാക്കി എടുക്കാണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ കെട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. ഗൈസ്,
അങ്ങനെ കുറച്ച് നേരത്തിന് ശേഷം മഴ നമ്മളെ കുറച്ചൊന്ന് കനിഞ്ഞിട്ടോ. അപ്പം നൈറ്റൊന്നും ആവാത്തതിനോണ്ട് നമ്മൾ വിചാരിച്ച് ബാക്കി നമ്മൾ സ്കിപ്പ് ചെയ്ത് പോയ ആ പ്രോസസ്സ് തന്നെ ഒന്നുകൂടി പോയിട്ടില്ല കേട്ടോ, സ്കിപ്പ് ചെയ്ത് ഇവിടെ തന്നെ ഉണ്ടേനും. അപ്പം നമ്മളിതാ ഇവിടെ ഇങ്ങനെ ഓരോരോ കാലുകളും അങ്ങനെ സെറ്റാക്കിയതാട്ടോ. ഇതൊന്ന് അങ്ങനെ വെച്ചിട്ട് നമ്മൾ വീട്ടിലുള്ള തന്നെ ആയിട്ടുള്ള കമ്പികളൊക്കെ വെച്ചിട്ട് ചെയ്തത്. പിന്നെ ഇതാ 2 ഇവിടെ ഇതാ 3ാമത്തത്, പിന്നെ ഇതാ അടുത്തത് 4ാമത്തത്, 5ാമത്തത്, അങ്ങനെ 6 എണ്ണം ഇപ്പോൾ ഇവിടെ സെറ്റാക്കി. ഈ ഭാഗത്ത് 3 എണ്ണം, ഈ ഭാഗത്ത് 3 എണ്ണം കേട്ടോ. അപ്പം നമുക്ക് ആ ഒരു കോർണർ കിട്ടും വേണം. അപ്പം അങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ചെയ്ത് ഇനി നമുക്കിത് ആ ഒരു സൈഡിൽ ഒന്ന് വേണം കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് അങ്ങോട്ടേക്ക് ജോയിൻ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഈ ഒരു ഷീറ്റിന്. അപ്പം ഇത്രയും നമ്മളിപ്പോൾ ഇവിടെ സെറ്റാക്കി. മഴ വല്ലാണ്ട് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാത്തതിനെ കൊണ്ട് നമ്മൾ സെറ്റാക്കിയത് കേട്ടോ. ഇനിയിപ്പം വീണ്ടും മഴ ഇങ്ങനെ തുടങ്ങി വരുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം എന്നാൽ എത്രത്തോളം പറ്റും എന്നുള്ളത് നമ്മൾ നോക്കട്ടെ. മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അല്ലുക്കുട്ടൻ ഇത് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇരിക്കണമുണ്ട്. അവനെ ഇവിടുന്ന് ഈ പ്രോസസ്സൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് ഇവിടുന്ന് പോകണില്ല കേട്ടോ. ഹലോ കുയ് ടാറ്റ. അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി ഇവിടെ ഡ്രോപ്പ് ചെയ്യാം കേട്ടോ. ഒന്നാമത് ലൈറ്റ് ഇരുടായിക്കണേ, പിന്നെ മഴയും ഉണ്ട്. അപ്പം നമ്മൾ ഈ ഫോളികളൊക്കെ ഇവിടെ സെറ്റാക്കി. അവിടെ 3 എണ്ണം, ഇവിടെ 3 എണ്ണം, ഇപ്പുറത്ത് 1 വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്നുകൂടി ഒന്ന് ലെവലാക്കാൻ, ഒന്നൊക്കെ ഒന്ന് അവിടെ ഉറപ്പിക്കാനുണ്ട്. അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് കുഴിച്ചിടണം. ഇതൊക്കെ നമ്മൾ ഇന്ന് കൊണ്ടുപോകുന്നതല്ലേ. അപ്പം നമുക്ക് ഏതൊക്കെയാണെന്ന് അറിയില്ല. ഏതെങ്കിലുമൊക്കെ നമുക്ക് ഇന്ന് എന്തായാലും ചെയ്യണം. താഴത്ത് കൊണ്ടുപോയിട്ട് കുഴിച്ചിടാം. അപ്പം നമുക്ക് വേഗം അതിലേക്ക് പോകാം. നമ്മൾ ബാക്കിയുള്ള കുറച്ച് മണ്ണ് എടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് വളം കൂടി ആഡ് ചെയ്തിട്ട് നമ്മളിന്ന് കൊണ്ടുവന്ന ചെടിയും എന്തായാലും നമ്മൾ വെച്ചിട്ടുള്ള ആ കുരുമുളകിൻ്റെതോ മുളകിൻ്റെതൊക്കെ നമ്മൾ കുഴിച്ചിടാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ.